വെൽക്കം ബാക്ക് ടു മഹീന ദുബായ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. കുറേ നാളായി ഞാൻ കരുതുന്നു ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ഈ ഫേസിലുള്ളത് ഞാൻ എൻ്റെ ഫേസിൽ ഒരു സംഭവങ്ങളും ചെയ്തിട്ടില്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ ഞാൻ ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ചൂട് കാരണം ഇവിടെ ചൂടായിട്ട് പൊട്ടിയിട്ട് വരേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ഒന്നും ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. ഞാൻ പിരികം പോലും ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഫേസിൽ ഇങ്ങനെ ഞാൻ ബെയർ ഫേസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കുറേ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, നീ എന്ത് പൊട്ടിയാണ് ഇട്ടിരിക്കുന്നത്, നീ ഈ വീഡിയോയിൽ കാണുന്ന എന്ത് ഫിൽറ്ററാണ്, എന്ത് എഫക്റ്റാണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ പുറത്ത് പോകുന്ന സമയത്ത്, എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് മാക്സിമം ഞാൻ ഈ ഫേസിലൊന്നും ഉണ്ടാവില്ല. മാക്സിമം എന്നല്ല, എപ്പോഴും ഞാനൊന്നും ഉണ്ടാവാറില്ല. ആകെ ഞാൻ ഇടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഞാൻ ഇടാറുണ്ട്. ചില സമയത്ത് പിരികം പോലും ഞാനൊന്നും ചെയ്യാറില്ല. ഞാനൊന്നും ചെയ്യാറില്ല. കണ്ണിൽ ഈ ഐഷാഡോ കാര്യങ്ങളൊന്നും ഇടാറില്ല. ചിലപ്പോൾ മസ്കാര ഇട്ടാലായി, ചിലപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ എനിക്കിങ്ങനെ ഒന്നും ഇടാത്ത പോലെ തോന്നുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര ഇടും, ഇല്ലെങ്കിൽ അതും ഇടില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടും. കാരണം ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലാത്ത സൗണ്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പം കുറേ പേര് പറയും, എന്തുകൊണ്ട് ഈ മേക്കപ്പ് ചെയ്തിരിക്കുന്നു, അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്നൊരു കാര്യമാണ്, ഈ ചില ആൾക്കാർ പ്രോഡക്റ്റ്സുകൾ പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും അവരത് ഇടാണ്ടാണ് കാണിക്കുന്നത്, അവരത് ഇട്ടിട്ടാണ് കാണിക്കുന്നത്, പൈസ മേടിച്ച് ചെയ്യുന്ന പ്രൊമോഷനാണ്. ഓഫ്കോഴ്സ് അതെ. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ പ്രൊമോഷൻ്റെ പ്രോഡക്റ്റുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാതിരിക്കാം. അവർക്ക് ജസ്റ്റ് അവരുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക. ഞാൻ അങ്ങനെ പ്രോഡക്റ്റുകൾ കാണിക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്. പക്ഷെ എന്നാലും പണ്ടൊക്കെ ഞാനിങ്ങനെ കാണിച്ചിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. സോ എനിക്കൊരു കോള് വന്നതാണ്, അപ്പോൾ കട്ടായി പോയതാണേ. അപ്പം അവർ മേടിക്കുന്നുണ്ട്. അത് ഓഫ്കോഴ്സ് അങ്ങനെയാണ്, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരൊക്കെ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രോഡക്റ്റ് ഒരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇത് തേച്ച് കഴിഞ്ഞാൽ അവർ എന്താണോ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത് അത് പറഞ്ഞിട്ടാണ് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം ചില പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ആ ഫേസിലുള്ള പിമ്പിൾസ് അത് ഇതൊക്കെ മാറും എന്നൊക്കെ ആയിരിക്കും അവർ ആ ഒരു പ്രോഡക്റ്റിൽ പറയുന്നത്. അപ്പോൾ അതായിരിക്കും ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും പറയുന്നുണ്ടാവുക. പിന്നെ അവർക്ക് അപ്രൂവൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടായിരിക്കും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ചില ആൾക്കാർക്ക് പ്രശ്നമുള്ള കാര്യം, അവർ പൈസ മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിനിപ്പം വേറെ ആൾക്കാർക്ക് ഇത് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർ പൈസ ഉണ്ടാക്കുന്നു, അവർ അത്രയും ഫോളോവേഴ്സ് അവർ അക്കൗണ്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് തന്നെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. വെറുതെ ഒരാൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നൊരു സാധനമല്ല. അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവർക്ക് ഇപ്പോൾ എനിക്ക് വേറെ വർക്കുണ്ട്, ഞാൻ സൈഡ് പോലെ കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ പാഷനായിട്ട് കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന പ്രൊമോഷൻ ആയാലും വീഡിയോസ് ആയാലും. എനിക്ക് വേറെ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളപ്പം ആ കാര്യം കൊണ്ട് മൈൻഡിൽ വെക്കുക. എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ വരുന്ന ചില കാര്യങ്ങളാണ്, ഞാൻ മേക്കപ്പ് എന്ത് പുട്ടിയാണ്, എന്ത് ഫിൽറ്ററാണ്, അത് എന്നെ നേരിട്ട് ഞാൻ ഭയങ്കര ഇതായിട്ട് പറയുന്നൊരു വ്യക്തിയല്ല. അൽഹംദുലില്ലാ, എനിക്ക് പടച്ചോൻ തന്ന കളറുണ്ട്. ഈ കളറ് കൂട്ടാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ഫേസിലൊന്നും ചെയ്തിട്ടില്ല, ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല. ഈ ചില ആൾക്കാർ IV ചെയ്യുന്നവരുണ്ട്, അതൊക്കെ പക്ഷെ നല്ലതാണ്. ബട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എൻ്റെ ഫേസിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ആകെ ഞാൻ
ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലായാലും പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ എൻ്റെ സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലിപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ഇയർ ബാക്കാണ് ചെയ്തിരിക്കുന്നത്. 2 ഇയർ ആൻഡ് ഹാഫ് ആയി കാണും, ഒരു 2.5 വർഷമായി കാണും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര നാൾ മാത്രമേ അത് നിൽക്കുള്ളൂ. അത് ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ, അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് വീണ്ടും ഇഞ്ചെക്ട് ചെയ്യണം. അപ്പം ആ ടൈമിൽ എനിക്ക് കുറച്ചേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് നോർമലായി. പിന്നെ എനിക്ക് എൻ്റെ ലിപ്പ് എനിക്ക് വേണ്ട പോലെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചെയ്യാൻ പോയില്ല. എനിക്കിപ്പോൾ ഇത് ഓക്കെയാണ്. സോ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. അപ്പം ചില ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെയോ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഫേസിലെ ഈ കളർ കൂട്ടാൻ വേണ്ടി, ശരീരം കളർ ഇതാവാൻ വേണ്ടി, ഫെയർ ആവാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഫേസാണ്. എൻ്റെ മേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫേസാണ്. ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല. കാരണം അപ്പോൾ ചില ആൾക്കാർ പറയും, എന്താണ് എൻ്റെ ഇപ്പം ചില കമൻസ് ഞാൻ കാണുന്നുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ള ഞാൻ സൂം ചെയ്തിട്ടുള്ള വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും ഈ എന്ത് ലിപ്പാണ്, ഈ ചില ആൾക്കാർക്ക് ആക്ഷൻസ് കാണിച്ചിട്ടുള്ള ഈ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് നിങ്ങൾ പോയിട്ട് നോക്കുക. നിങ്ങൾ അത്ര ഭയങ്കര പെർഫെക്റ്റ് വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ആളാണോ, നിങ്ങളാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ ആള് എന്നൊക്കെ. ഞാൻ ഉദ്ദേശിക്കുന്ന കളറിലല്ല കേട്ടോ, എല്ലാം കൊണ്ടും തികഞ്ഞൊരു വ്യക്തിയാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം പോയി നോക്കുക. എല്ലാവർക്കും അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് എൻ്റെ ഫേസിലും എൻ്റെ കാര്യങ്ങളും എൻ്റെ ബോഡിയിലും എനിക്ക് ഒന്നും കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പടച്ചോൻ തന്നത് എന്താണോ അതെനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ ഞാൻ ആകെ ചെയ്തിട്ടുള്ളത്, എൻ്റെ ലിപ്പ് കുറച്ച്, ഞാൻ ഈ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ലിപ്പ് പണ്ട് ഈ ഒരു മുകളിലത്തെ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ മുകളിലത്തെ ചുണ്ട് നേർന്ന ഒരു ചുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ലൈക്ക് ഓരോരുത്തർക്കും ഓരോ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതില്ലാത്തത് കൊണ്ട്, ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മാത്രമാണ് മുകളിലെ ചുണ്ടിൽ മാത്രം ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് നോർമലായിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ അറിയാം, എൻ്റെ ലിപ്പ് കണ്ടോ, ഇപ്പം നോർമലാണ്. ഞാൻ താഴത്തെ ചുണ്ടിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കുറേ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു, ഞാൻ എന്തോ വലിയ ഇത് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു കാര്യമാണ് പിന്നെ കമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ 2 ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസമല്ല, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ എയർപോഡ് മേടിക്കുന്നൊരു വീഡിയോ. ഈ എയർപോഡ് മേടിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചു എയർപോഡ് ഇത് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, No, Mano, no. No. Papa coming. No. Papa coming. Okay. അപ്പം ഈ പറഞ്ഞ പോലെ കമൻസ് ഉണ്ടായിരുന്നു. 35 ദിർഹംസ് 35 ദിർഹംസ് 1200 രൂപ നാട്ടിലത്തെ എന്നൊക്കെ ഉള്ളത്. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എയർപോഡ് Pro 3 ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മോഡൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പല സ്ഥലത്തും പല റേറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറിജിനൽ തന്നെയാണ്. പക്ഷേ ഈ ഹോൾസെയിൽ എടുക്കുന്നവരുണ്ടാവും, റേറ്റ് കൂട്ടി മേടിക്കുന്നവരുണ്ടാവും, അങ്ങനെ പല. എന്തായാലും ഒരു 1000-ന് താഴെയാണ് ഉള്ളത്. 1000-ന് മുകളിലോട്ടല്ല, 1000-ന് താഴെ. അപ്പോൾ ഞാൻ കാരണം റേറ്റ് കറക്റ്റ് ഞാൻ പറയാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അത് പറയും, അയ്യോ റേറ്റ് പറയുന്നില്ലല്ലോ. ഞാൻ മേടിച്ചപ്പോഴുള്ള റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 939 കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ മേടിച്ചത്. ഞാൻ ഇവിടെ നമ്മുടെ ന്യൂണിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ന്യൂണിന്ന് മേടിച്ചപ്പോൾ അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂണിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 939 കണ്ടു. പക്ഷെ ഞാൻ കൊടുത്തത് 800 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു കൊടുത്തത്. ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ പറയും, ന്യൂണിന്നോ, അപ്പോൾ അതെന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അത് കാര്യങ്ങളോ അതിലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം അതിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, അങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇടുകയാണെങ്കിൽ തന്നെ അത് കേസും കാര്യങ്ങളൊക്കെ ഇവിടെ പോവും. അങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലായാലും
വിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം പ്രത്യേകിച്ച് നൂണിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണല്ലോ മേടിക്കുക. നമ്മൾ ഒറിജിനൽ അല്ലാത്ത ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒറിജിനൽ അല്ലാത്ത ഫേക്കിന് നമുക്ക് എങ്ങനെ പോയാലും അങ്ങനെ എടുക്കല്ലേ. ഒറിജിനൽ അല്ലാത്ത സാധനം പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ 100 രൂപ 200 രൂപയ്ക്കൊക്കെ കൊടുത്ത് മേടിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഞാൻ 800 രൂപയ്ക്കൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് 800 രൂപ, ഇവിടുത്തെ 800 രൂപ നാട്ടിൽ എത്രയാണെന്ന് എനിക്കറിയില്ല. ഒരു 20,000 ഒക്കെ വരുമായിരിക്കും. 20,000 21,000 സംതിങ് ആണ് നാട്ടിലത്തെ റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനത് മേടിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഞാൻ 1 വീക്ക് മുന്നേയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് ചെയ്തത് ഇപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഐപാഡാണ്. അപ്പം ഞാൻ ഈ കമൻ്റ് ഇട്ട കുറേ ആൾക്കാരുണ്ട്, ഫേക്കാണ്, അങ്ങനെയാണോ, ഷോയാണ്. സത്യം പറയട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ ഇതിനു മുൻപ് എയർപോഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് ജനറേഷനാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ആ സമയത്ത് ഒരിക്കൽ ഞാനൊരു 2 ഇയർ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ മേടിക്കുക. അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് മോഡലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചു. മീൻസ് എനിക്കത് വലിയ കാര്യമാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് എൻ്റെ സന്തോഷങ്ങൾ, ഇപ്പം ഞാൻ ഫോൺ മേടിച്ചതായാലും പൂച്ചനെ മേടിച്ചതായാലും എനിക്ക് ലൈസൻസ് കിട്ടിയത് ഒക്കെ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ ഇടാറുണ്ട്. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഇടാറില്ല, എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നത് വിഷ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് അത് പ്രചോദനമാണ്, മേടിക്കാൻ തോന്നും എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ സേവ് ചെയ്തിട്ടൊക്കെയാണ് മേടിക്കുന്നത്. അപ്പം ഞാനും സേവ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ, പേയ്മെൻറ്റ്. അല്ലാണ്ട് നമ്മൾ മേടിക്കും അങ്ങനെയല്ല. ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സാധനം എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് സേവ് ചെയ്യും. അതിനനുസരിച്ച് സേവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ മേടിക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ ഒറ്റയടിക്ക് പൈസ കൊടുത്തിട്ടാണ് മേടിച്ചത്. പിന്നെ അതിലൊരു കമൻ്റ് ഇട്ടായിരുന്നു, ടാബി ആണല്ലോ ആയിരിക്കും എന്ന്. ടാബി ആണെങ്കിലും അല്ലെങ്കിലും മേടിച്ചത് പൈസ കൊടുത്തല്ലേ, ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ. ഫ്രീ ആയിട്ട് എൻ്റെ അമ്മാവൻ്റെ മോനൊന്നും അല്ലല്ലോ കടയിരിക്കുന്നത്. ചിലപ്പോൾ അമ്മാവൻ്റെ മോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പൈസ കൊടുത്താണ്. പിന്നെ ടാബി ആയിട്ടല്ല ഞാൻ മേടിച്ചത്. ടാബി ആയിട്ട് മേടിക്കുമ്പോഴത്തേക്കും എത്ര പെർസെൻറ്റേജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല മേടിച്ചത്, റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചു. ഐപാഡും റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് മേടിച്ചത്. എനിക്ക് ഓൾറെഡി എനിക്കൊരു മാക് ബുക്ക് ഉണ്ട്. പക്ഷേ ഞാനത് മാറ്റിയിട്ട് ഞാൻ ഐപാഡിലോട്ട് മാറാനുള്ള കാരണം കൊണ്ടുപോകാനാണെങ്കിലും എനിക്ക് യൂസ് ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടെ നല്ലത് ഐപാഡ് ആയിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരിക്കലും അപ്പം ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചു കേട്ടോ ഐപാഡിൻ്റെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ കമൻറ്റ് ഇടുമ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ ഇതും കൂടെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കൂടെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നല്ലവണ്ണം പറഞ്ഞ ആൾക്കാരുണ്ട്, കമൻറ്റ് ഇടുന്നവരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, അവർക്ക് മേടിക്കാൻ പറ്റാത്തൊരു കാര്യം വേറൊരാൾ മേടിച്ച് കാണുമ്പോൾ ഓക്കെ അവർ നല്ല രീതിയിലാണല്ലോ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ വരുന്നൊരു കുശുമ്പും ഈഗോ പ്രശ്നമാണ് ഈ പറയുന്ന പോലെ ഇടുന്ന കമൻസ് ഇടുന്ന എല്ലാ ആൾക്കാരും. കാരണം നിങ്ങളെ കമൻസ് ഇടുമ്പോൾ നമുക്കത് പ്രചോദനമാണ് വീണ്ടും വീണ്ടും ഓരോ സാധനങ്ങൾ ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരായിക്കോട്ടെ, നെഗറ്റീവ് പറയുന്നവരായിക്കോട്ടെ, പോസിറ്റീവ് പറയുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളത്. അത് നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. നമ്മൾ ഈ ശത്രുവിന് പോലും നമ്മൾ എന്തെങ്കിലും മോശം വരുമ്പം മോശം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ മൈൻഡ് അങ്ങനെയാണ്. ഇപ്പം എന്നെ അറിയുന്നവരൊരിക്കലും എന്നെക്കുറിച്ച് മോശം പറയില്ല. ഇപ്പം എനിക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എനിക്ക് എൻ്റെ സർക്കിളിലുള്ളൂ. ഞാൻ അതിനകത്തോട്ട് വേറെ ആരെയും കൊണ്ടുവരാറില്ല, ഞാൻ കൊണ്ടുവരത്തുമില്ല. അതുകൊണ്ട് എന്നെ അറിയാത്ത ഒരാളാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ കമൻറ്റ് ഇടുമ്പോൾ ഞാനത് ആ രീതിയിൽ കാണുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ആവശ്യമില്ലാത്തവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതോ രീതിയിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിലുള്ള കമൻറ്റ്സ്. ഇവിടെ ഏതൊരു പെൺകുട്ടിയായിക്കട്ടെ, ആൺകുട്ടികളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര ആൺകുട്ടികൾ ഇവിടെ സ്പാ പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്? നാട്ടിൽ ഭാര്യയും മക്കളോ ഫാമിലിയൊക്കെയുള്ള ആൾക്കാർ, എത്രയോ ആൾക്കാർ ഇവിടെ UAE പോകുന്നുണ്ട്. അവരെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല. പെൺകുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, അവൾ വേറെ ഏതോ വഴിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ബോയ്സിനെ കുറിച്ച് പറയുന്നില്ല?
ഞാനൊരു ഫെമിനിസ്റ്റോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഞാൻ കണ്ട കാര്യം പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ എത്രയോ ആൾക്കാർ പോകുന്നവരുണ്ട്. പെൺകുട്ടികൾ ഇപ്പോൾ നല്ല രീതിക്കായിരിക്കും അവർ പൈസ ഉണ്ടാക്കി അവർ എന്തെങ്കിലുമൊക്കെ നേടുന്നതോ അല്ലെങ്കിൽ അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നതോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇവളെക്കുറിച്ച് ഇങ്ങനെ പറയും, ഇവൾ അങ്ങനെ പോയിട്ടുണ്ടാകുന്ന. അങ്ങനെ മാത്രമല്ല, അഭിമാനമുള്ള ആൾക്കാരും ഇവിടെ ഈ ലോകത്തുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരും ഈ ലോകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം സംസാരിക്കാൻ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കില്ല. നിങ്ങളിരുന്ന് ഇവൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വേറെ ആൾക്കാരടുത്ത് പെണ്ണുങ്ങളടുത്ത് പോയിട്ട് ഹലോ മുത്തേ മോളെ എന്ന് പറഞ്ഞ് ഒലിപ്പിക്കുന്നവരായിരിക്കും ഈ പറഞ്ഞ കമൻ്റ് ഇടുന്ന ആൾക്കാർ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം എനിക്ക് പറയണം തോന്നി. അപ്പം ഈ കാര്യം ഞാൻ പറയാനുള്ള കാരണം, എനിക്ക് വന്ന കമൻസ് ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പം പറയാം എന്ന് തോന്നി. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1-2 മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻസ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. നെവർ മൈൻഡ്, അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, ഇനിയും അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ കമൻസാണ് എനിക്ക് സന്തോഷം. കാരണം അല്ലാത്ത കമൻസ് ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ഇവിടെ UAE-യിൽ ജീവിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. പലരും പല ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പൊ പല ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കൊടുക്കാൻ വേണ്ടി പോകുന്ന പെണ്ണുങ്ങളെന്ന് മാത്രമാണ് നിങ്ങളുടെയൊക്കെ മൈൻഡിൽ ചില ആണുങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം. എല്ലാവരും അങ്ങനെ നിങ്ങളെ പോലെ അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ് കമൻസ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല രീതിയിലുള്ള ഡ്രസ്സിങ് ഞാൻ ചെയ്യാറുണ്ട്. ബട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സിങ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ പടച്ചോൻ എനിക്ക് തന്നൊരു സംഭവമുണ്ട്. അതിൽ ഞാൻ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ഉള്ളൊരു കാര്യം ലിപ് ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. അതെനിക്ക് ഒട്ടും അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അലീന ജിജിൻ, അവളുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്തതാണ്, അല്ലാണ്ട് ഞാൻ ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ ലിപ്പ് ടീത്ത്, എനിക്ക് വൈറ്റനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ആൾക്കാരുടെയൊക്കെ ഉള്ള പോലെ ടീത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ലിപ്പ് വൈറ്റനിങ് സ്മൈൽ കറക്ഷനും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാണ്ട് ഈ വീഡിയോസ് ഞാൻ സ്ലോ മോയ്ക്ക് ഇടുന്ന സമയത്ത് എന്തോരം നെഗറ്റീവ് കമൻസ് അല്ലേ. നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഉള്ളത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ചിലപ്പോൾ തടിച്ചിട്ടുള്ള ശരീരം ആയിരിക്കാം, ചിലപ്പോൾ തടിയില്ലാത്ത ശരീരമായിരിക്കാം, പലതരത്തിലുള്ള ഷേപ്പിലുള്ള ബോഡി ആയിരിക്കും. അപ്പോൾ അവരെയൊക്കെ കളിയാക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്കുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ ചിരിയാണ് വരാറുള്ളത്. അപ്പം എനിക്കിത് പറയണം തോന്നി. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എനിക്ക് വരുന്ന കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എന്താണ് എൻ്റെ മൈൻഡ് എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് എൻ്റെ ബെയർ ഫേസിലാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണോ എന്നെക്കുറിച്ച് ചിന്തിക്കാം, അത് എന്നെ കെയർ ചെയ്യുന്നൊരു കാര്യമല്ല. ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരായിരിക്കും എന്നെ ഈ വീഡിയോ കാണുന്നത്. സ്നേഹിക്കുന്ന ആൾക്കാരും ഇവൾ എന്ത് പറയുന്നു എന്ന് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ടാലും കണ്ടില്ലേലും ഞാൻ നേടാനുള്ളതൊക്കെ ഞാൻ നേടുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് അവിടെ ഇരുന്ന് സൈഡിലിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്ന് വെള്ളം ഇറക്കിയാൽ മതി, അതെനിക്ക് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും കോക്രോച്ച് ഓക്കെ. അപ്പോൾ വേറെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും പറയണം തോന്നി. കാരണം ഞാൻ ഇത്രയും നാൾ പറയാൻ പറ്റാതിരുന്നതെന്നല്ല, സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ പറയാൻ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. സോ നിങ്ങൾക്ക് ഇനിയും കമൻസ് ഇടാം, നിങ്ങൾക്ക് ഇനിയും എന്ത് വേണോ പറയാം, നോ പ്രോബ്ലം. ഐ ഡോണ്ട് കെയർ. സത്യം, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ചൊറിയുമ്പോൾ എനിക്ക് അടുത്തത് ഇങ്ങനെ നേടാനുള്ള, അച്ചീവ് ചെയ്യാനുള്ള ഒരു ത്വരയില്ലേ, ആ ത്വരയാണ് എനിക്ക്. സോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ഇട്ട് വരാം. അപ്പം
നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്കും പോസിറ്റീവ് കമൻസ് ഇടുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. എന്താ പറയുക, ഒരുപാട് നന്ദി.